ಜನರಲ್ ഹരീന്ദ്ര വർമ്മയുടെ ഫാം ഹൗസ് ಗೊತ್ತಿಲ್ಲ. റിട്ടയർഡ് ജനറൽ ഹരീന്ദ്ര വർമ്മ. ഏനോ ഇതിൽ നേരെ പോയാൽ മതി. നടക്കണമെങ്കിൽ 5-6 കിലോമീറ്റർ പോകണം. ആ നിക്ക്, ആ വരുന്ന ട്രാക്ടർ അങ്ങോട്ടാ. ലോറൻസ് ചേട്ടാ, ലോറൻസ് ചേട്ടാ, ഈ സാറിനോട് കൊണ്ടുപോ. വർമ്മ സാറിനെ കാണാനാ. ആരാ? അക്ബർ അലി. പേരല്ല ചോദിച്ചത്, ആരാ എന്താന്നറിയാണ്ട് അങ്ങോട്ട് കൂട്ടിച്ചെന്നാ എന്റെ പണി തെറുക്കി. ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പത്രത്തിൽ നിന്നാ. ഈ മുന്തിരിയൊക്കെ എപ്പോഴാ പറിക്കുക? എന്താ പറിച്ചു കൊണ്ടുപോകാൻ വന്നതാ? അല്ല, സീസൺ എപ്പോഴാന്നാ ചോദിച്ചത്. എന്നോട് ചോദ്യം ചോദിക്കാൻ ഇയാളാരാ? മാഷ? പോട്ടെ ലോറൻസ് ചേട്ടാ, സാർ അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ. ഇല്ലാത്തത് എഴുതുന്നവരാ ഈ പത്രക്കാര്. എനിക്ക് തീരെ ഇഷ്ടല്ല ഈ വിറ്റകളെ. അല്പം കൂടെ മയത്തിൽ സംസാരിച്ചൂടെ? ദാസാ, ഇവനത്ര ശരിയല്ല, ഇവനങ്ങടെ ഇറക്കി വിടുക. വർമ്മ സാറിന് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ നമ്മുടെ പണി തെറിക്കും. സാറിന് എന്താ അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാനുള്ളപ്പോ നീ പറയണ്ട, ചോദിക്കേ. ഈ മോന്തയിൽ നോക്കി എങ്ങനെയാ ചോദിക്കുക? ഒന്ന് ചിരിച്ചൂടെ? അപ്പൊ ചിരിക്കാൻ അറിയാൻ ലോറൻസ് ചേട്ടന്. ഇനി ഞാൻ ചോദിക്കാം, റിട്ടയർഡ് ആയ ശേഷം വർമ്മ സാർ ഇവിടെയാണോ താമസം? പാലക്കാട് ഒരു വീടുണ്ട്, വല്ലപ്പോഴും അവിടെ പോകും. എന്നോടാ ചോദിച്ചത്, ഞാൻ പറഞ്ഞോളാം. ഓ പറഞ്ഞോ പറഞ്ഞോ. സാറും ഭാര്യയും അമ്മയും ഇവിടെ തന്നെയാ താമസം. പിന്നെ ഒരു മോളുണ്ട്, അത് ബാംഗ്ലൂര് സാറിന്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്നാ പഠിക്കണേ. ഇനി എന്താ അറിയണ്ടേ? ഇനി ഞാൻ സാറിനോട് ചോദിച്ചോളാം. എങ്ങനെ ഈ നേരം വരെ എന്നോട് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സാറിനോട് ചോദിച്ചോളാം. എങ്കിൽ ലോറൻസ് ചേട്ടൻ തന്നെ പറ. അങ്ങനെ വഴിക്കുവാ. വണ്ടി നിർത്തണ്ട, ഇയാൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഈ ഫാമും സാറ് താമസിക്കുന്ന ബംഗ്ലാവും പണ്ടൊരു സായിപ്പിന്റെ ആയിരുന്നു. ഫിലിപ്പ് ഹെൻറി സായിപ്പ്, 50 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഈ ബിൽഡിങ്ങോ? അതും സായിപ്പ് പണിത് തന്നെയാ. അവരതിന് വൈനറി എന്ന് പറയും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സായിപ്പിന് കുടിക്കാൻ ഒരു കള്ള് ഷാപ്പ്. ആ സായിപ്പിന്റെ കാലത്ത് പണിക്ക് വന്നതായി എൻ്റെ അപ്പൻ. അപ്പൻ്റെ ഒപ്പം ഞാനും. പിന്നെ സായിപ്പിന്റെ കയ്യിൽ നിന്ന് വർമ്മ സാറിന്റെ അച്ഛൻ വാങ്ങിച്ചത്. ഞാൻ പറയണേന്റെ ഇടയിൽ കേറി പറയരുത്. ഇനി ഒന്നും പറയണമെന്നില്ല, എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പത്രക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. നമ്മൾ പറയണേന് മുൻപ് തന്നെ അവർക്ക് കാര്യം. ഇതാണ് സാറിന്റെ ഭാര്യ മാലതി തമ്പുരാട്ടി. അയ്യോ, തമ്പുരാട്ടിയുടെ അച്ഛന്റെ പേര് ഞാൻ മറന്നു. എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്. വയലാർ രാമവർമ്മ എന്നല്ലേ? ലോറൻസ് ചേട്ടന് തോട്ടത്തിൽ പണിയില്ലേ? ഉണ്ട്. എങ്കിൽ ചെല്ല്. അല്ല, അച്ഛന്റെ പേര് ആരെങ്കിലും ചോദിച്ചാ പറയണ്ടേ? വേലായുധ വർമ്മ, ചാത്തൂട്ടി വർമ്മ എന്ന് പറയാൻ പറ്റുമോ? എന്താ അച്ഛന്റെ പേര് പറയാ? എത്ര നാണക്കേട്. ആരാ? ഹെഡ്ലൈൻ മാഗസിനിൽ ഇന്ന് മീറ്റ് ചെയ്യാന്ന് സാർ പറഞ്ഞിരുന്നു. ഓ, ഇരിക്കൂ, വിളിക്കാം. ഇതാണ് സാറിന്റെ ഭാര്യ മാലതി തമ്പുരാട്ടി. അയ്യോ, തമ്പുരാട്ടിയുടെ അച്ഛന്റെ പേര് ഞാൻ മറന്നു. എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്. വയലാർ രാമവർമ്മ എന്നല്ലേ? ലോറൻസ് ചേട്ടന് തോട്ടത്തിൽ പണിയില്ലേ? ഉണ്ട്. എങ്കിൽ ചെല്ല്. അല്ല, അച്ഛന്റെ പേര് ആരെങ്കിലും ചോദിച്ചാ പറയണ്ടേ? വേലായുധ വർമ്മ, ചാത്തൂട്ടി വർമ്മ എന്ന് പറയാൻ പറ്റുമോ? എന്താ അച്ഛന്റെ പേര് പറയാ? എത്ര നാണക്കേട്. ആരാ? ഹെഡ്ലൈൻ മാഗസിനിൽ ഇന്ന് മീറ്റ് ചെയ്യാന്ന് സാർ പറഞ്ഞിരുന്നു. ഓ, ഇരിക്കൂ, വിളിക്കാം. മിസ്റ്റർ അക്ബർ അലി അല്ലേ? അതെ സർ. ഞാൻ ആലോചിച്ചു മിസ്റ്റർ അക്ബർ അലി, ആത്മകഥ എഴുതേണ്ട ഒരു ആവശ്യം ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നില്ല. കുറച്ചു കാലം കൂടെ കഴിയട്ടെ. സർ പ്ലീസ്, ഇതെന്റെ വലിയൊരു ആഗ്രഹമാണ്. എഡിറ്ററും പ്രത്യേകം താല്പര്യം പറഞ്ഞു. രാജ്യത്തിന് ഇത്രയും കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള സാറിനെ പോലുള്ള ഒരാളുടെ ജീവിതം ലോകം മുഴുവൻ അറിയണം. പ്രത്യേകിച്ചും ന്യൂ ജനറേഷൻ. അവർക്കതൊരു വലിയ ഇൻസ്പിറേഷൻ ആവും സർ. നോ, പേഴ്സണൽ എക്സ്പീരിയൻസ് പബ്ലിക് അറിയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലല്ലോ, സർവീസിലുള്ളപ്പോഴുള്ള സാറിൻ്റെ അനുഭവങ്ങളല്ലേ. മികച്ച സേവനത്തിന് ഇത്രയും ബഹുമതികൾ നേടിയിട്ടുള്ള ഒരു ആർമി ഓഫീസറും അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അഴിമതിക്കാരായ മൂന്നാംകിട പൊളിറ്റീഷ്യൻസ് വരെ ആത്മകഥ എഴുതുന്നുണ്ട് സാർ ഇവിടെ. അതൊക്കെ ശരിയാണ്. എങ്കിലും എന്നെപ്പറ്റി ഞാൻ തന്നെ എഴുതേണ്ട ആവശ്യമില്ല. സർ പറഞ്ഞാൽ മതി, ഞാൻ എഴുതിയെടുത്തോളാം. അനുഭവങ്ങൾ സ്വന്തം വാക്കുകളിലൂടെ തന്നെ ആവുമ്പോഴേ കൂടുതൽ ശക്തമാവും. ബട്ട് സ്റ്റിൽ ഐ ആം ഡബിൾ. സാറിന് ഓർമ്മ വരും. ഗുഡ് ആഫ്റ്റർനൂൺ സർ. സോറി, ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? ഇന്നിരിക്കാന്ന് സാർ പറഞ്ഞിരുന്നു. യെസ് യെസ്.
വരുമ്പോൾ ലോറൻസ് ചേട്ടൻ പറഞ്ഞു സാറിന്റെ മകളുടെ മാരേജ് ഫിക്സ് ചെയ്തു എന്ന്. ഇതാണോ ആള്? ആ, മിസ്റ്റർ ഗൗതം മേനോൻ. ഞാൻ അക്ബർ അലി, ഹെഡ്ലൈൻ റിപ്പോർട്ടറാ. ഓ. ഞങ്ങളുടെ മാഗസിനിൽ സാർ ആത്മകഥ എഴുതുന്നുണ്ട്. ആണോ? നന്നായി. സാറിനെ പോലത്തെ ഒരാളുടെ ആത്മാതയ്ക്ക് നല്ല റീഡബിലിറ്റി ഉണ്ടാവും. ലൈഫിലെ ഒരുപാട് അനുഭവങ്ങളുള്ള ആളല്ലേ? എന്താ സർ, എന്തോ ഒരു മൂഡ് ഓഫ് പോലെ. ഏയ് ഒന്നുമില്ല, വി വിൽ കണ്ടിന്യൂ. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയാണ് നിർത്തിയത്? ട്രെയിനിങ് കഴിഞ്ഞ ആദ്യത്തെ പോസ്റ്റിങ്ങിന് മുമ്പ് ഫാദറിനെ കണ്ട് സർ അനുഗ്രഹം വാങ്ങാൻ ചെല്ലുന്നതാണ്. Yes. Those days my father was enjoying his peaceful retired life in the vineyard house near Markara. I came and stood before him wearing my army uniform for the very first time. He looked at me and smiled. എക്സ്ക്യൂസ് മീ സർ, ഒരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. എല്ലാ ആത്മകഥകളും സത്യമാണോ സർ? അല്ല, പല മഹാന്മാരുടെയും ആത്മകഥകൾ വായിക്കുമ്പോൾ മുഴുവൻ കള്ളായിട്ടാ തോന്നുക. ഒന്നുകിൽ ആത്മപ്രശംസ, അല്ലെങ്കിൽ സ്വയം മഹാനാണെന്ന് വരുത്തി തീർക്കാൻ. സർ അങ്ങനെ ചെയ്യരുത്. ലൈഫിൽ നടന്ന യഥാർത്ഥ കാര്യങ്ങളൊക്കെ തുറന്നെഴുതണം. മിസ്റ്റർ ഗൗതം, യു ആർ മൈ ഗസ്റ്റ്. ആ ഫ്രീഡം ഞാൻ തന്നു. But don't interfere in my personal interest. ഓ സോറി, ഐ എം നോട്ട് ഇന്റർഫിയറിംഗ്. വാവ്, ഫോട്ടോ ഗംഭീരായിട്ടുണ്ട്. എന്തൊരു എടുപ്പാ. ഒരു ആർമി ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഇരിക്കണം. രാജ്യത്തിന് ചെയ്ത മഹത്തായ സേവനങ്ങൾക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടില്ലേ സാറിന്? അതൊക്കെയാണോ ഈ ഷെൽഫിലിരിക്കുന്നത്? ഒത്തിരി ഉണ്ടല്ലോ സാർ. സാറിനെ പോലെ ഒരാൾ ഫാദറിലോ ആകുന്നത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. അല്ലേ അക്ബർ അലി? അക്ബർ അലി, ഒരു മിനിറ്റ്, ഞാൻ സാറിനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിച്ചോട്ടെ? ഷുവർ. ഞാൻ ആ വാതിലൊന്ന് അടച്ചോട്ടെ? സർ, ബയോഗ്രഫിയുടെ ആദ്യമൊക്കെ ഇറങ്ങി, നല്ല റെസ്പോൺസാ. നോക്കട്ടെ. സാറിൻ്റെ ആത്മാത ആദ്യം വായിക്കാനുള്ള അവകാശം എനിക്കാ. ദി ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ ഒഡേഷ്യസ് ആർമി ഓഫീസർ, ദ റിഫ്ലക്റ്റഡ് ഫേസ്. ഇറ്റ് ഈസ് പ്രപ്പോസ് ടു മേക്ക് റെമേജസ് ത്രൂ ദ പാസ്റ്റ് ആൻഡ് ഇവാലുവേറ്റ്. ബയോഗ്രഫി വേണ്ട, ഒരു മണ്ണങ്ങട്ടേ വേണ്ട. അക്ബർ അലി അങ്ങനെ പോവില്ലല്ലോ സാർ. അയാൾ എൻ്റെ ആളല്ലേ. ആത്മകഥ എഴുതുന്ന കാര്യം പറഞ്ഞ് അക്ബർ അലി ഇങ്ങോട്ട് അയച്ചത് ഞാനാ, അല്ലേ അക്ബർ അലി? അതെ. ഈ ഹരീന്ദ്രൻ ആരാണെന്ന് എനിക്കറിയില്ല. ഇനി ഒരു വരി നീ എഴുതിയാൽ നിന്നെ നിന്റെ പത്രത്തിന് ഞാൻ അവസാനിപ്പിക്കും. രക്ഷയില്ല സർ. സർ വേണ്ടാന്ന് പറഞ്ഞാലും എൻ്റെ മാഗസിനിൽ വന്നില്ലെങ്കിലും ഈ ആത്മകഥ ജനങ്ങൾ വായിക്കും. ബുക്ക് പബ്ലിഷ് ചെയ്യാൻ സർ എനിക്ക് കൺസെന്റ് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ബോംബെയിലെ ഒരു പ്രസ്സില് ഇപ്പൊ ഇത് അച്ചടിച്ചോണ്ടിരിക്കുക. ആത്മകഥയുടെ പേര് ഞങ്ങളൊന്ന് മാറ്റും. ദ റിഫ്ലക്റ്റഡ് ഫേസിന് പകരം ദ ഹിഡൻ ഫേസ്. ഈ ഹിഡൻ ഫേസ് എന്താണെന്ന് നാളെ ലോകം മുഴുവനും അറിയും. അത് അക്ബർ അലി എഴുതിയിട്ടാവില്ല അറിയുക, മേജർ സാറോ ഞാനോ പറഞ്ഞിട്ടാവില്ല, ജനറൽ സാബ് തന്നെ പറയും. നാളെ ക്ഷണിച്ചു വരുത്തിയ അതിഥികൾക്ക് മുമ്പിൽ, മകളുടെയും ഭാര്യയുടെയും അമ്മയുടെയും എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾ തന്നെ സമ്മതിക്കും. കുറ്റസമ്മതം, കൺഫെഷൻ. അതായിരിക്കും ഹരീന്ദ്ര വർമ്മയുടെ ആത്മകഥയുടെ അവസാനത്തെ അധ്യായം. നാഷണൽ ചാനൽസ് അടക്കം എല്ലാവരും എത്തുന്നുണ്ട് സർ. ഇവരൊക്കെ എന്തിനാ ഇപ്പോ? സർ പറഞ്ഞു എല്ലാവരെയും ക്ഷണിക്കാൻ. ഇല്ലേ സർ? സാറിന്റെ ആത്മകഥയിൽ ഏതോ ഒരു പ്രധാനപ്പെട്ട ഇൻസിഡന്റ് സാറിന് എല്ലാവരും മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നു, അല്ലേ സർ? അതെ അതെ അതെ, ഞാൻ തന്നെ വരാൻ പറഞ്ഞത്, ഞാൻ തന്നെ എല്ലാരെയും ക്ഷണിച്ചതും. യെസ് യെസ്.